നമസ്കാരം. ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, മദ്യപിക്കാത്ത ആൾക്കാരുണ്ട്. മദ്യപിക്കാത്ത ആൾക്കാരിനെ പുച്ഛത്തോടെയും പരിഹാസത്തോടു കൂടിയും അതേപോലെ വെറുപ്പോടുകൂടിയും സമൂഹത്തിൽ ഒരു നിലവാരമില്ലാത്ത രീതിയിലും കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവൻ ആ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ ഈ മദ്യപിക്കുന്ന ആൾക്കാരിൻ്റെ അറിവുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഈ ചെറിയ വീഡിയോയിൽ വളരെ എസ്റ്റിമേറ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മദ്യപിക്കാത്ത ആൾക്കാരുടെ ചോദിക്കാനുള്ളത്, മദ്യപിക്കുന്നവർക്ക് ചോദ്യം ഒരു 10 ചോദ്യങ്ങളിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മദ്യം ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ചോദ്യത്തിൻ്റെ കൂടെ മദ്യം ഉണ്ടാക്കുന്നത്, ഒന്ന്, നെല്ലും അരിയും കൊണ്ട് മദ്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ചോറുണ്ണണവനും ഊണ് കഴിക്കുന്നവനും മദ്യത്തിൻ്റെ ഒരു അംശം അതിലുണ്ടല്ലോ. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഫ്രൂട്ട്സും കൊണ്ടാണല്ലോ മദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പോയല്ലോ. അപ്പോൾ ചോറുണ്ടായാലും മദ്യം അതിലുണ്ട്, ഫ്രൂട്ട്സ് ആണെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മാംസം കൊണ്ടാണെങ്കിൽ മാംസം കൊണ്ടും മദ്യം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ചൈനയിലും കൊറിയയിലും ഇന്തോനേഷ്യയിലും ഭരണിൻ്റെ ഉള്ളിൽ പാമ്പിനെ ഇറക്കിയിട്ട് അതിന്ന് വൈനുണ്ടാക്കുന്നുണ്ട്. സ്നേക്ക് മദ്യം എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മാംസം കൊണ്ടും മദ്യം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പയർവർഗ്ഗങ്ങളായിക്കോട്ടെ, പരിപ്പ് വർഗ്ഗങ്ങളായിക്കോട്ടെ, ഏത് വർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതും കൊണ്ടാണ് മദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഭക്ഷണം കഴിക്കുന്ന എല്ലാത്തിലും ആൽക്കഹോളിൻ്റെ അംശം ഉണ്ട്. അപ്പോൾ ഞാൻ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നമ്മളുടെ സഹോദരന്മാർ എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് മദ്യം തന്നെയാണ്. അത് ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ മദ്യത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്നതും അതേമാതിരി ഉപയോഗിക്കുന്നതും തെറ്റാണ് 100%. എന്നാലും ഈ മദ്യപിക്കുന്ന ആൾക്കാരിനെ പരിഹാസിക്കുന്നത് കൊണ്ട് ഞാനിത് ചിന്തിച്ചപ്പോഴേക്ക് മനസ്സിലായത്, ഈ പാവങ്ങളിൽ നിന്നും പരിഹാസിക്കേണ്ട ഒരു അടിസ്ഥാനമില്ല. ഈ മദ്യപിക്കുന്ന ആൾക്കാരിപ്പോൾ സാധനം വാങ്ങി കഴിച്ചു, ഈ കഴിക്കണതിൻ്റെ കൂടെ ടച്ചിൻസ് ബേക്കറി സാധനം വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ബേക്കറിക്കാർക്കും കച്ചവടമുണ്ട്. ആ ബേക്കറിയിൽ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതേപോലെ ഈ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, അതിൽ ഡീസൽ അടിച്ചിട്ടും വാടക കൊടുത്തിട്ടുമാണല്ലോ അവിടെ എത്തുന്നത്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കുടുംബത്തിനും അതിലൊരു മെച്ചമാണ്. അപ്പോൾ പെപ്സി, കൊക്കക്കോള അതുപോലെയുള്ള എല്ലാ സോഡ വർഗ്ഗങ്ങളായിരിക്കാലും അവർക്കൊരു കച്ചവടമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ശമ്പളക്കാരൻ്റെ 90% ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ ടാക്സാണ്. അപ്പോൾ നമ്മൾ ഈ മദ്യപിക്കുന്ന ആൾക്കാരനെ പരിഹാസിക്കുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ മദ്യപിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ശമ്പളം പോലും മുടങ്ങും. അപ്പോൾ ഈ ഗവൺമെൻറ് ജീവനക്കാർ ഇവരിനെ ഒരല്പമെങ്കിലും ബഹുമാനിക്കേണ്ട. ഈ മദ്യപിക്കുന്ന ആൾക്കാരനെ ആയാലും മദ്യം ഉണ്ടാക്കുന്ന ആൾക്കാരനെ ആയാലും. ഇത് വളരെ മദ്യത്തിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അറിവുകൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, വേറെ ഒന്നും ഇതിൻ്റെ ലക്ഷ്യങ്ങളല്ല. നന്ദി, നമസ്കാരം. തിരുത്താനുള്ളതൊക്കെ നമുക്ക് തിരുത്താം, കുഴപ്പമില്ല.